Hello everyone, welcome to Ilan Institution. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആദ്യത്തെ 6 അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എസ്സേസിനകത്ത് നോർമലി 6-നകത്താണ് ചോദിക്കാറുള്ളത്. നമ്മൾ എല്ലാ വർഷത്തെ എക്സാമിലും കണ്ടിട്ടുള്ള 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? നമുക്ക് ആദ്യം നോക്കാം. certain items of expenses which have been incurred during the year but payment in respect of which has not yet been made. നോക്കൂ, നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ചില എക്സ്പെൻസുകൾ ഇൻകർ ചെയ്യും. ആ വർഷത്തെ എക്സ്പെൻസ് ആയിരിക്കും അത്. നമുക്ക് ആ ചിലവ് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ സാലറി, അതിനു വേണ്ടി നമ്മൾ എംപ്ലോയീസ് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മൾ അവർക്ക് സാലറി കൊടുത്തിട്ടില്ല. ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ വന്ന ചിലവാണ്, പക്ഷെ നമ്മൾ ആ എമൗണ്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദീസ് എക്സ്പെൻസസ് ആർ നോൺ ആസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അങ്ങനെ നമ്മൾ കൊടുക്കാനുള്ള ആ എക്സ്പെൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. തുടക്കത്തിലേ പറയാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മളെ സംബന്ധിച്ച് എന്താടാ? ലയബിലിറ്റീസ് ആണ്. ഓക്കെ, നമ്മുടെ ബാധ്യതയാണ് അല്ലേ? കൊടുക്കാനുള്ള എക്സ്പെൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ബാധ്യതയാണ്. ഒരു സംശയം ഉണ്ടാവരുത്, ഇറ്റ്സ് എ ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള എൻട്രി നമ്മൾ ആദ്യം നോക്കാം. ദാറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് എൻട്രി. എന്താണ് അഡ്ജസ്റ്റിംഗ് എൻട്രി നോക്കാം. വെരി സിമ്പിൾ. ലയബിലിറ്റി ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഈസ് എ ലയബിലിറ്റി, ബാധ്യതയാണ്. സോ നമുക്കറിയാം, ബാധ്യതകൾ കൂടുമ്പോൾ നമ്മൾ അതിനെ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ ലയബിലിറ്റി ഇൻക്രീസസ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എൻ എക്സ്പെൻസ്. അപ്പോൾ എന്താ എൻട്രി നോക്കിക്കോളൂ. എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അല്ലെങ്കിൽ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. വെരി സിമ്പിൾ. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഈസ് ഓൾവേസ് ക്രെഡിറ്റഡ്. സോ ദ എൻട്രി വിൽ ബി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ എന്താ എൻട്രി വരിക? ദ എൻട്രി വിൽ ബി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഓക്കെ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. വേജ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എന്താണ് എൻട്രി വരിക? വേജ് അക്കൗണ്ട് ഡെറ്റർ ടു വേജ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഇനി നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. 2-fold എഫക്റ്റ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, എന്താണ് നമ്മൾ 2-fold എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 സ്ഥലങ്ങളിൽ കാണിക്കണം. 2 സ്ഥലങ്ങൾ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. 2 സൈഡ് നമ്മൾ കാണിക്കേണ്ടി വരാറുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ദാറ്റ് ഈസ് 2-fold എഫക്റ്റ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പിക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് നമ്മളത് കാണിക്കുമ്പോൾ ടിക്ക് മാർക്ക് ചെയ്യുക, രണ്ടാമത് കാണിക്കുന്ന സമയത്ത് നമ്മനെ ക്രോസ് ചെയ്യുക. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ 2 തവണ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ 2-fold എഫക്റ്റ് നോക്കാം. നമ്പർ 1, ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ വേ ഓഫ് addition to concerned expense. കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ സാലറി എന്ന സമയത്ത് സാലറിയുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യണം. ഓക്കെ, സോ വി ഗോട്ട് എ ടോട്ടൽ ഫിഗർ, എമൗണ്ട് കോളത്തിലേക്ക് വരും. ഓക്കെ, സോ പോയിന്റ് നമ്പർ 1, കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറിയോട് ആഡ് ചെയ്യുക, വേജ് ഔട്ട്സ്റ്റാൻഡിങ് വേജിനോട് ആഡ് ചെയ്യുക, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റിനോട് ആഡ് ചെയ്യുക. സോ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഇപ്പം നമ്മൾ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്തു
അതെപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തായിരിക്കും. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് എക്സ്പെൻസുകൾ എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നമ്മളിത് എവിടെ കൂടെ കാണിക്കണം? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ ലയബിലിറ്റി, സോ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന പേരിൽ അവിടെ കാണിക്കും. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് കാണിക്കുക, ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് എന്ന് കാണിക്കുക. ഓക്കെ, സോ ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഒരിക്കലും മറന്നു പോരുത്. ആഡ് അലോങ് വിത്ത് കൺസേൺഡ് എക്സ്പെൻസ് in the debit side of profit and loss account and will be shown on the liability side of the balance sheet. Okay, so now നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ പറയാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതിൻ്റെ നേരെ ഒപ്പോസിറ്റ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ നേരെ ഒപ്പോസിറ്റ് ആണെന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് നോക്കാം. certain expenses which are paid in advance and it is benefits will be available in the next year. നോക്കൂ, നമ്മൾ അടുത്ത കൊല്ലത്തെ എക്സ്പെൻസ് ഇപ്പോൾ പേ ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അടുത്ത വർഷമാണ് കിട്ടുക. എക്സാമ്പിൾ, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത വർഷത്തെ വാടക നമ്മൾ ഈ വർഷം അടയ്ക്കുന്നു, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അടുത്ത വർഷമേ കിട്ടുള്ളൂ, അത് ഈ വർഷത്തെ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. സോ ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നോക്കാം നമുക്ക്. എനിവേ, പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മുടെ ആസെറ്റ് ആയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ആസെറ്റ് ആവുന്നു? നമ്മൾ മുൻകൂട്ടി എക്സ്പെൻസ് അടച്ചു കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് നമുക്ക് മുൻകൂട്ടി നെക്സ്റ്റ് ഇയർ നമുക്ക് ലഭിക്കുമല്ലോ, അടുത്ത കൊല്ലം നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുമല്ലോ. സോ കിട്ടാനുള്ള ബെനിഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ അസെറ്റായിട്ട് കണക്കാക്കാം. ഇറ്റ്സ് എൻ അസെറ്റ്. ഓക്കെ, സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ഓൾവേസ് എൻ അസെറ്റ്, നമ്മുടെ അസെറ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻട്രി വരിക നോക്കിക്കോളൂ. അസെറ്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അസറ്റുകൾ എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. സോ ദ എൻട്രി വിൽ ബി അഡ്ജസ്റ്റിംഗ് എൻട്രി. പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബിക്കോസ് ഇറ്റ് ഈസ് എൻ അസെറ്റ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, so the entry will be prepaid expense account debit to expense account. നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് ഇതിൻ്റെ ടു ഫോൾഡ് എഫക്റ്റ് ആണ്. എവിടെയെല്ലാം കാണിക്കണം? എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ കാണിക്കേണ്ടി വരാറുണ്ട്. പോയിന്റ് നമ്പർ 1, ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കൺസേൺഡ് എക്സ്പെൻസ്. ബന്ധപ്പെട്ട എക്സ്പെൻസിനകത്തുനിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ റെൻറ്റ് പ്രീപെയ്ഡ് ആണെങ്കിൽ റെൻറ്റ് എന്ന എമൗണ്ട് എഴുതിയിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക? മൈനസ് പ്രീപെയ്ഡ് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. പ്രീപെയ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യുക. ഓക്കെ, സോ ബാലൻസിങ് ഫിഗർ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതും. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓൾവേസ് ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് എക്സ്പെൻസസ്. മാറിപ്പോവരുത്. ഇതെപ്പോഴും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. ബന്ധപ്പെട്ട എക്സ്പെൻസിനകത്തൊന്നും കുറച്ച് കാണിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു അസറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രീപെയ്ഡ് മീൻസ് അസറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ എന്ത് ചെയ്യുക? അസറ്റ് സൈഡ് കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുക. അസറ്റ് സൈഡിൽ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടായ എമൗണ്ട് അവിടെ കാണിക്കുക. ഓക്കെ, സോ ഇതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നിങ്ങൾക്ക് ഇനി വീഡിയോ വേണമെന്ന് തോന്നുന്ന ആ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.